ഇങ്ങനെ പറഞ്ഞാൽ മതി, സമസ്തക്കാർ വന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ, ഈ ഹാലിൽ അല്ലാഹു അലം. എന്തായാലും ശരി, ശരീഅത്തും ഈമാനും ഇസ്ലാമും ശരീഅത്തിൽ ഒന്നാണ്, തരീഖത്തിൽ രണ്ടാണ്. ശരി, വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചു. ഇസ്ലാമും ഈമാനും രണ്ടാണ്. തരീഖത്തിലുള്ള ഈമാൻ ശരീഅത്തിലുള്ള ഈമാനല്ല, മറ്റൊന്നാണ്. എന്നാൽ ഒരു ചോദ്യം, ശരീഅത്തിലുള്ള ഈമാൻ അവിടെ നമ്മൾ ഒഴിച്ചു വെക്കുക, തരീഖത്തിലുള്ള ഈമാന്, ഇനി അതും വിട്ട ഹഖീഖത്തിലുള്ള ഈമാന്, അതും വിട്ട മഅരിഫത്തിലുള്ള ഈമാന്, ഇനി അതിൻ്റെ അപ്പുറമുള്ള ഈമാൻ ഏതാ? ഏത് മഅനാക്കുള്ള അർത്ഥത്തിനുള്ള ഈമാനാണെങ്കിലും ശരി, ആ ഈമാൻ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തരീഖത്ത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ആ ഈമാൻ ഉണ്ടാവുകയുള്ളൂ എന്ന ഈ വാദം ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ചോദിക്കുകയാണ്. സാധ്യമല്ല. ഈ വാദം തെളിയിക്കാൻ ഖിയാമത്ത് നാൾ വരെ അവർക്ക് സാധിക്കൂല. ശരീഅത്തിലും തരീഖത്തിലും ഈമാൻ രണ്ടർത്ഥത്തിനായിട്ട് എന്താ കാര്യം? തരീഖത്തിലുള്ള ഈമാൻ, ആ ഈമാൻ ഈ ഒരു തരീഖത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കാൻ എങ്ങനെ സാധിക്കും? അപ്പൊ അതിന് ഇത് മറുപടി പറഞ്ഞു കഴിച്ചില്ലായി. ആ മറുപടി കൊണ്ട് ഒരു കാര്യമില്ല. ഞങ്ങളത് എഴുതി. മൂപ്പര് വിചാരിച്ചെന്താണെന്നറിയോ? മൂപ്പര് പറഞ്ഞത് ശരീഅത്തിൽ ഈമാനും ഇസ്ലാമും ഒന്നാണ്, തരീഖത്തിൽ രണ്ടാണ്. അപ്പം അത് ഞങ്ങൾ എഴുതി. അപ്പം എഴുതിയപ്പോൾ മൂപ്പര് മനസ്സിലാക്കിയത് തൃപ്തിയായിട്ടുണ്ട് ഇപ്പോൾ വിൽക്കുന്ന. അതപ്പോൾ പറഞ്ഞുകൊണ്ട് കിടക്കണത്, ഞാൻ എല്ലാ പ്രശ്നവും പറഞ്ഞു തീർന്നതാണല്ലോ, പ്രശ്നമൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണല്ലോ, സമസ്തക്കാർക്ക് ഈമാൻ്റെ അർത്ഥമൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണല്ലോ, ഇനി എന്താ പിന്നെ ഒരു പുതിയ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അത്ര ഞങ്ങളത് എഴുതി. മൂന്നാമത് ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. എന്ന് വായിച്ചാൽ जिल्द शसुम सफ़ा नंबर 59 मक़ासिदुल इस्लाम में तहरीर है कि कुलैनी सफ़ा नंबर 173 में रिवायत है कि अबू अब्दुल्ला अलैहिस्सलाम फरमाते हैं कि खुदाई ताला ने नबी करीम सल्लल्लाहु अलैहि वसल्लम की वफ़ात के क़ब्ल आप पर एक किताब नाजिल फरमाई और फरमाया कि ये तुम्हारी वसीयत नुजबा की तरफ है। आपने जिब्राईल अलैहिस्सलाम से पूछा, नुजबा कौन है? कहा, अली और उनकी औलाद अलैहिमुस्सलाम। इस किताब पर सोने की मुहरें लगी हुई थी। नबी करीम सल्लल्लाहु अलैहि वसल्लम ने वो किताब अली अलैहिस्सलाम को देकर फरमाया कि एक मुहर तोड़ कर देखो और जो कुछ उसमें है उस पर अमल करो। चुनांचे आपने उस पर अमल किया। फिर वो किताब इमाम हसन अलैहिस्सलाम को दी। उन्होंने भी उसकी महर तोड़ कर देखा और जो कुछ उसमें लिखा था देखा और उस पर अमल किया। इसी तरह वो किताब इमाम हुसैन अलैहिस्सलाम और उनके फ़र्जंद अली और उनके बाद मुहम्मद बिन अली और इमाम जाफ़र सादिक और मूसा अलैहिस्सलाम को पहुँची और सब ने जो कुछ उसमें था उस पर अमल किया और आइंदा भी नस्ल दर नस्ल वो किताब इमाम महदी अलैहिस्सलाम तक पहुँचेगी। इंतहा। അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നതിൻ്റെ മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഒരു കിതാബ് കാണിച്ചു കൊടുത്തിട്ട് ഇത് നുജബാഹിനിക്കുള്ള വസിയത്താണ്, കിതാബാണ്. അപ്പം ആരാണ് നുജബാഹ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അത് അലിയും വൗലാദും, അത് അലി റളിയല്ലാഹു തആല അൻഹുവും അവിടുത്തെ സന്താനങ്ങളുമാണ്, മക്കളുമാണ്. എന്നിട്ട് ആ കിതാബ് കൊടുത്തിട്ട് 12 സ്വർണത്തിൻ്റെ ഷീലോടുകൂടിയ 12 വാല്യങ്ങൾ എന്ന് പറയുന്ന മാതിരി 12 സ്വർണത്തിൻ്റെ ശീല അതിനുള്ളത്.
അതിൽ നിന്നുള്ള ഒരു ഷീല് അലി റളിയല്ലാഹു അൻഹുവിനിക്ക് പൊട്ടിക്കാനുള്ളതാണ്. അതിങ്ങോട്ട് പൊട്ടിച്ചാൽ അതിൽ കുറച്ച് വിവരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അലിയെ അമൽ ചെയ്യാം. പിന്നെ അത് ഹസൻ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണം. രണ്ടാം ഷീല് ഹസൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കും. അപ്പോൾ അതിൽ കുറച്ച് ഇൽമ് കാണും. അതുകൊണ്ട് അമൽ ചെയ്യാം. മൂന്നാമത്തെ ഷീല് ഹുസൈൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കും. അങ്ങനെ പൊട്ടിച്ച് 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 അവസാനം 12ാമത്തെ ഷീല് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കും. അതോടുകൂടെ അത് പൂർത്തിയാകും. എന്നിങ്ങനെ കുലൈനി എന്ന് പറയുന്നത് നമ്മൾ ഇമാം ബുഖാരി എന്ന് പറയുന്ന മാതിരി ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു ഹദീസ് പണ്ഡിതനാണ് അല്ലാമ കുലൈനി എന്ന് പറയുന്നത്. അയാളുടെ ഉസൂലുൽ കാഫി എന്ന കിതാബിൽ നിന്നാണ് ഈ ഹദീസ് മഖാസിദുൽ ഇസ്ലാം എന്ന കിതാബിലേക്ക് ഉദ്ധരിച്ചിട്ടുള്ളത്. അതാണ് ഇയാൾ എടുത്തു പറയുന്നത്. അപ്പോൾ ഈ ഒരു കിതാബ് അലിയർക്കും മക്കൾക്കും ഉള്ള ഒരു പ്രത്യേകമായ ഒരു കിതാബ്. ഈ കിതാബിനെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ഗുൽസാറെ ഖദീറിൽ. അതിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിന് അയാളുടെ മറുപടി, അത് ഞാനത് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു. ഞാനത് നോക്കിയിട്ട് മറുപടി പറയാം. ശരി, പിന്നെ അതെഴുതി നോക്കിയിട്ട് പറയാം. ഇതാണിപ്പോൾ സമസ്തക്കാരെ മറുപടി പറഞ്ഞു മുട്ടിച്ചു എന്നൊക്കെ പറയണത്. നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. നാലാമതായിട്ട് ചോദിച്ചു, ഗുൽസാറെ ഖദീറിൽ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ഒരു കഥ പറയുന്നുണ്ട്. ബഹുമാനികളെ ശ്രദ്ധിക്കണം. ഈ ഗുൽസാറെ ഖദീർ എന്ന് പറയുന്ന ഇതിൽ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ഒരു കഥ പറയുന്നുണ്ട്. ഇതിനൊരു ചരിത്രമുണ്ട്. ഈ തരീഖത്തിൽ കൂടി ഒരാൾ, ഇതിൽ 3 ഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ പരിപാടി. ആദ്യം ബൈഅത്ത്, പിന്നെ തെൽക്കീന് കഴിഞ്ഞാൽ പിന്നെ ഖിലാഫത്ത് കൊടുക്കും. അപ്പോൾ അതിൽ ബൈഅത്ത് ചെയ്ത ഒരു മുസ്ലിയർ, അയാളൊന്ന് മുദരിസാണ്, അന്ന് മുദരിസാണ്. അയാൾ ബൈഅത്ത് ചെയ്തതിൻ്റെ ശേഷം ബൈഅത്തിൻ്റെ ശേഷം ചൊല്ലാനുള്ള ദിക്റൊക്കെ ചൊല്ലി പിന്നീട് അയാൾ തെൽക്കീൻ വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ അയാൾ നമ്മളോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ തെൽക്കി, അയാളെ ഒഴിഞ്ഞതിന് ശേഷം അയാൾ വന്ന് പറഞ്ഞത് തെൽക്കി വാങ്ങാൻ ചെന്നപ്പോൾ ഷെയ്ഖ് പല ഈ കുന്നിൻ്റെ സിറൊക്കെ ചോദിച്ചു. അന്ന് ചോദിച്ചു, ആദം നബിക്ക് താടി വന്ന കഥ നിങ്ങൾക്കറിയോ എന്ന്. മുസ്ലിയരല്ലേ, മുദരിസല്ലേ, ആദം നബി അലൈഹി ഇസ്ലാമിന് താടി വന്ന കഥ അറിയോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല, മുസ്ലിംമാർക്ക് ആർക്കും അറിയില്ല. അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്, അത് പറഞ്ഞുതരാം. ആദം നബി അലൈഹി സ്വലാമിന് ഷെയ്ഖ് പറയാണ്, തെൽക്കീൻ വാങ്ങുമ്പോഴുള്ള സ്പെഷ്യലായിട്ടുള്ള ഉപദേശമാണത്. അത് ബയ്യത്തിൻ്റെ സമയത്തൊന്നും പറഞ്ഞു കൊടുക്കൂല. തെൽക്കീൻ്റെ ആ സ്റ്റേജിലെത്തിയാലേ പറഞ്ഞു കൊടുക്കുള്ളൂ. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മലായികത്തിനോട്, അതായത് ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ, അന്ന് മുഅല്ലിമുൽ മലക്കൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പിന്നീട് ഇബ്ലീസായി മാറിയ മുഅല്ലിമുൽ മലക്കൂത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 5 മലക്കുകളോട്, അതൊക്കെ ഗുൽസാറെ ഖദീറിലുണ്ട്, ആദം നബി അലൈഹി ഇസ്ലാമിന് ഒരു രൂപം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി അവർ കൊടുന്നു. അപ്പം ഷെയ്ഖ് പറഞ്ഞു കൊടുത്തത് ഗുൽസാറെ ഖദീറിൽ ആ വാക്കില്ല, ഗണപതിൻ്റെ രൂപത്തിൽ മൂക്ക് ഒരുപാട് നീളുണ്ടായിക്കൊണ്ട് ഗണപതിൻ്റെ രൂപത്തിൽ രൂപം ഉണ്ടാക്കി കൊടുന്നു മലക്കുകൾ. അള്ളാഹു ഇത് കണ്ടപ്പോൾ അള്ളാഹു തആലാക്ക് ഇത് തൃപ്തിപ്പെട്ടില്ല. ഈ ജാതി രൂപം ഉണ്ടാക്കി കൊണ്ടുവരാനല്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇത് ശരിയായിട്ടില്ല. പടച്ചോനെ ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം, ഇതിനേക്കാണ് നല്ല രൂപത്തിൽ എങ്ങനെ ഉണ്ടാക്കുക, പടച്ചോനോട് ചോദിച്ചു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി കൊണ്ട് അതിലേക്ക് തജല്ലിയായി. ആദ്യം ലാ എന്ന ആ കലിമ കൊണ്ട് തജല്ലിയായി. ലാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നഹി, ഇല്ല. അപ്പോൾ തല വേണ്ട, അതിൻ്റെ അർത്ഥം ആദം നബി അലൈഹി സ്വലാമിൻ്റെ തലയാണ് മുറിച്ച് മാറ്റി. ലാ എന്ന് അല്ലാഹു തജല്ലി ആയതോടുകൂടെ ആദം നബിൻ്റെ തല മുറിച്ച് മാറ്റി. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇലാഹ, ലാ ഇലാഹ
ഇലാഹ എന്നതുകൊണ്ടിട്ട് തജല്ലിയായപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇടഭാഗത്ത് ദിൽ കൽബ് ഉണ്ടായി. ആദം നബി അലൈഹി ഇസ്ലാമിന് കൽബുണ്ടായി. പിന്നീട് ഇല്ലല്ലാഹു എന്നതുകൊണ്ട് തജല്ലിയായപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ വലഭാഗത്ത് റൂഹുണ്ടായി. ഈ വലഭാഗത്ത് റൂഹുണ്ടായി എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഈ സൂഫിയാക്കളൊക്കെ റൂഹ് അതിൻ്റെ മഹല്ല് വിവരിക്കുന്നത് ഇടഭാഗത്താണ്, വലഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടിട്ടില്ല. ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചപ്പോൾ വലഭാഗത്ത് ഇല്ലല്ലാഹു കൊണ്ട് തജല്ലിയ